ഇക്കാൻ്റെ ബ്രദേഴ്സ് എല്ലാം നാട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഡിന്നർ പ്ലാൻ ചെയ്തു. ഇവിടെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഡിന്നർ സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴേക്കും ഗ്രില്ല് ചെയ്യാനുള്ള കനലും അതുപോലെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് ലേറ്റായി. ഇതാണ് ഗ്രില്ല് ചെയ്യാനുള്ള മട്ടന്, അതുപോലെ ചിക്കനും. കുറച്ച് നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചണിക്ക് വന്നപ്പോൾ അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിച്ചതിന് ശേഷം പുറത്ത് പോയപ്പോൾ ഉണ്ട് ചിക്കന് ഗ്രില്ല് ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും മട്ടൺ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നീട് മട്ടണിൽ മസാലയൊക്കെ ഒന്നുകൂടെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇതാണ് നമ്മളെ മട്ടന്. ഗ്രില്ല് ചെയ്യാനുള്ള മട്ടന് കമ്പിയിലേക്ക് കയറ്റണമല്ലോ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ എഫേർട്ടിന് ശേഷം ഓൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഓയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ മട്ടന് കൈയും കാലൊക്കെ കെട്ടിയിടണമല്ലോ കമ്പി വെച്ച്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മട്ടന് ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളുണ്ടാക്കിയ സ്റ്റാൻഡ് കുറച്ച് പൊക്കം ഏറിപ്പോയിന്ന്. അങ്ങനെ ആ സ്റ്റാൻഡൊക്കെ ഒഴിവാക്കി കല്ലിൽ തന്നെ വെച്ച് തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ജ്യൂസ് ഒഴിക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ആമ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ നമ്മളെ ഭാഗത്തുണ്ട് ഫോണിൽ കാണണം. നമുക്ക് പിന്നെ അതൊന്നും പോകില്ലല്ലോ. അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. വീശി രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീശി നിർത്തിയിട്ട് നമ്മളെ കാക്ക കയറി ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പാത്തുവിൻ്റെ കാക്കാക്ക് ഫോൺ കൈമാറി. എന്നിട്ട് വന്ന ഒരു ചോദ്യം, എനിക്ക് ജ്യൂസ് വേണം. എന്നിട്ട് അത് കുടിച്ചോ? ഇല്ല. അപ്പോഴേക്കും ഐസ്ക്രീം എത്തിയല്ലോ. പിന്നെ നമ്മളെ കുട്ടികളുടെ യുദ്ധം ഐസ്ക്രീമിലായിരുന്നു. അതിനിടയിലാണ് നമ്മൾ മിലു വന്നിട്ട് പാത്തുവിന് ഒരു സ്പൂൺ ഐസ്ക്രീം കൊടുക്കുന്നത്. അവളെ മുഖത്ത് ഒരു ആറ്റിറ്റ്യൂഡും വെച്ച് ഒറ്റ തട്ട്. പിന്നെ മിലു വേറെ ഒന്നും നോക്കില്ല, അവൾ തന്നെ കഴിച്ചു. അപ്പോഴേക്കും നമ്മൾ ചിക്കനും മട്ടനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ മോങ്കാക്ക് വന്നിട്ട് മയോണൈസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടാം. മോങ്കാക്ക് ഇവിടെ മയോണൈസ് റെഡി ആക്കട്ടെ.